ഇനി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആലപ്പുഴയിൽ ഈ അനധികൃതമായിട്ടുള്ള ഖനനത്തിൽ അവിടെ സമര പരമ്പരകളൊക്കെ നടക്കുന്ന കാലമാണ്. അപ്പോൾ ഈ കടൽമണൽ ഖനനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ആഴക്കടൽ സമര സംഗമം നടക്കുന്നുണ്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ 100-ലധികം വള്ളങ്ങളിൽ ആലപ്പുഴ തോട്ടപ്പള്ളി ഹാർബറിൽ നിന്നും ആഴക്കടലിലേക്ക് യാത്ര തിരിക്കും. ഇപ്പോൾ വിവരങ്ങളുമായി നമുക്കിപ്പം ഉള്ളത് ദേവൻ MP ആണ്. ദേവൻ, ഈ കേന്ദ്ര സർക്കാർ ഈ നീക്കത്തിൽ നിന്നും പിന്മാറുക, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ വയറ്റത്തടിക്കുന്ന നിലപാടുകളിൽ നിന്നും പിന്മാറണം, അതുവരെ സമരം തുടരുമെന്നുള്ള പ്രഖ്യാപനവുമായി നേരത്തെയും പലവട്ടം അവിടെ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടന്നതാണ്. ഇന്നിപ്പോൾ വീണ്ടും അവിടെ പ്രതിഷേധ സാഹചര്യം നിലനിൽക്കുന്നു. എന്താണ് നിലവിലെ അവസ്ഥ? വലിയ കോൺഗ്രസിന്റെ എല്ലാ സമരങ്ങളുടെയും വരും. 2023 ഈ ഖനനവുമായി ബന്ധപ്പെട്ട നിയമത്തിൽ കേന്ദ്ര സർക്കാർ പരിഷ്കാരം കൊണ്ടുവരുന്നത് ആഴക്കടലിലും ഒപ്പം തന്നെ കേന്ദ്രത്തിൽ ഒരു ഭേദഗതിയായിരുന്നു പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഇതോടുകൂടി തന്നെ ഈ ആഴക്കടൽ കേന്ദ്രീകരിച്ചിട്ടുള്ള കടൽ മണൽ ഖനനം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ആലപ്പുഴയിലെ ആ സമര സംഗമമാണ്. കടൽ സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി നൽകി കടലിന്റെ ആവാസ വ്യവസ്ഥ തകർക്കാനോ മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധികൾ ഇല്ലാതാക്കാനോ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനവുമായി നേരത്തെയും അവിടെ വലിയ സമര പരമ്പരകളൊക്കെ നടന്നതാണ്. ദേവൻ MP തുടരുന്നുണ്ട്. ദേവൻ, തുടരാം. സേതു, 2023 കേന്ദ്ര സർക്കാർ ഈ കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട ഒരു നിയമ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. ഇതോടുകൂടി തന്നെ തീരക്കടലിലെയും ഒപ്പം തന്നെ ആഴക്കടലിലെയും ഖനനാനുമതി കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാവുകയായിരുന്നു. അന്നു മുതൽ തന്നെ സംസ്ഥാനത്ത് ഒപ്പം തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വലിയ ഒരു സമരം തന്നെ നടന്നിട്ടുണ്ട്. കടലിന്റെ ആവാസ വ്യവസ്ഥയും ഒപ്പം തന്നെ മത്സ്യസമ്പത്തിനെയും എല്ലാം സാരമായി ബാധിക്കുമെന്നൊരു ആശങ്ക അന്നു മുതൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാനത്തും വിവിധ ട്രേഡ് യൂണിയനുകളും ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലത്തടക്കമുള്ള അത്തരം സമരങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോട്ടപ്പള്ളി ഹാർബറിൽ നിന്നും ആഴക്കടലിലേക്ക് ഒരു സമര സംഗമം നടത്തുന്നത്. ഹാർബറിൽ നിന്നും 100-ലധികം മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന വള്ളങ്ങളിലായി മത്സ്യത്തൊഴിലാളികൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ആഴക്കടലിലേക്ക് എത്തുന്നു. ആഴക്കടലിൽ ഒരു സമര സംഗമം നടത്തിക്കൊണ്ടാണ് ഈ ഒരു സമരത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ആശങ്ക അവർ കേന്ദ്ര സർക്കാരിന് മുന്നിൽ അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം എന്താണ് പറയാനുള്ളത് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ചേട്ടാ, ഈ ഒരു കടൽ മണൽ ഖനനം ഈ പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി തന്നെ മത്സ്യബന്ധനത്തെ സാരമായി ബാധിക്കുന്ന ഒരു ആശങ്ക ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ തീരത്തെയും ഈ തീരത്തിന്റെ മക്കളായ ഞങ്ങളെയും വളരെയേറെ ദോഷകരം ബാധിക്കുന്നു. കാരണം ഇവർക്ക് കരിമണ്ണ് കണ്ടാൽ ഇവർക്ക് കാലിടണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആ നയമാണ് പിന്തുടരുന്നത്. ഇതിന് മുമ്പും ഈ കേരള സർക്കാരിൽ ഏറ്റവും കൂടുതൽ ഇവിടെ കരിമണ്ണ്. ശരി ദേവൻ, അവിടെ പ്രതിഷേധ സംഗമം തുടങ്ങി എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നു. അവിടുത്തെ മൈക്ക് അനൗൺസ്മെന്റും കാര്യങ്ങളും ഒക്കെ കേൾക്കാം. ഇനി വീണ്ടും ദേവനിലേക്ക് മടങ്ങിയെത്താം.